ന്യൂസില് മൊത്തം യുദ്ധത്തിനെ കുറിച്ചാണല്ലോ. യെസ്, ഈ യുദ്ധം കാരണം കുറെ പ്രൈസ് ഒക്കെ കൂടിയെന്നാണല്ലോ. യുദ്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ ലോകത്ത് മൊത്തത്തിൽ വില കൂടും. ഇതിപ്പോ മിഡിൽ ഈസ്റ്റിലും കൂടെ ആയതുകൊണ്ട് എണ്ണ, അതായത് പെട്രോൾ, സത്യത്തിൽ ഈ പെട്രോൾ ആണല്ലോ ഇതിന്റെ എല്ലാം സംഭവം. അപ്പൊ ശരിക്കും മനുഷ്യരൊക്കെ ഈ യുദ്ധം ചെയ്യുന്ന പെട്രോളിന് വേണ്ടിയാണ്. മനുഷ്യരൊക്കെ അല്ല, അമേരിക്ക എന്ന് പറയുന്നത്, ഞാനന്ന് വെനസ്വേലയുടെ കാര്യത്തിലും പറഞ്ഞില്ല, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് അവരുടെ ഡോളറിന്റെ മൂല്യം എപ്പോഴും ഉയർത്തി വെക്കണം. അതിന് എപ്പോഴും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തേണ്ടത് ഡോളറിലായിരിക്കണം എന്നാണ് അമേരിക്കയുടെ ഇത്. മിഡിൽ ഈസ്റ്റിലെ ബാക്കി അറബ് കൺട്രീസ് എന്ന് പറയുന്ന സ്ഥലങ്ങളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇറാൻ ഒരു അറബ് കൺട്രി അല്ലേ? അല്ല, ഇറാൻ ഒരു അറബ് കൺട്രി അല്ല. ഇറാൻ ഒരു പേർഷ്യയാണ്. ഇറാൻ പഴയ പേർഷ്യയാണ്. അപ്പൊ ഇറാൻ അങ്ങനെ, ഇറാൻ ആയാലും ഇറാഖ് ആയാലും ലിബിയ ആയാലും ലെബനോൺ ആണേലും അങ്ങനെ ചെയ്യാതെ വന്നപ്പോ, വെനസ്വേല ആണേലും അങ്ങനെ ചെയ്യാതെ വന്നപ്പോഴാണല്ലോ അവിടെ യുദ്ധങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്ത്, അവരിപ്പോ ഇന്ത്യക്ക് ഇറാനിൽ നിന്ന് പെട്രോൾ വാങ്ങിക്കണമെങ്കിൽ റുപ്പീസിൽ വാങ്ങിക്കാം, ചൈനയ്ക്ക് വാങ്ങിക്കണമെങ്കിൽ ചൈനയുടെ കറൻസിയിൽ വാങ്ങിക്കാം. അങ്ങനെ വന്നപ്പോൾ അമേരിക്കൻ ഡോളറിന് ഒരു പ്രശ്നമുള്ളപ്പോൾ അമേരിക്കക്കാർക്ക് പ്രശ്നം ഉണ്ടാവും. അമേരിക്ക ആരെയാണ് എപ്പോഴും കൂട്ടുപിടിക്കുന്നത്? ഇസ്രായേൽ. ഇസ്രായേലിനെ നമ്മൾ പറയുന്നത് തന്നെ അമേരിക്കയുടെ ആയുധപുര എന്നാണ്. പക്ഷേ വെറുതെ പോയി അങ്ങ് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ, പെട്രോൾ താന്നും പറഞ്ഞു. അവരൊരു റീസൺ കണ്ടുപിടിക്കും. ആ റീസൺ എപ്പോഴും എന്തായിരിക്കും? ഇപ്പൊ ഇറാഖിന്റെ കാര്യത്തിലായാലും ആണവ ആയുധം, അതായത് ന്യൂക്ലിയർ വെപ്പൺ അതുണ്ടാക്കുന്നുണ്ട്, അവരുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അവരെ പരിശോധിക്ക് റെയ്ഡിനൊക്കെ വരുന്നെന്ന് പറയുന്നതല്ല, പരിശോധിക്കാൻ ചെല്ലുന്ന പോലെയാണ് യുദ്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യത്തിൽ ആരുടെ കയ്യില ശരിക്കും ആണവായുധമുള്ളത്? ഈ അമേരിക്കയുടെയും ഈ ഇസ്രായേലിന്റെ കയ്യിലുള്ളവരാണ് മറ്റവരുണ്ടാക്കുന്നുണ്ടാകാം എന്ന് പറഞ്ഞിട്ട് പരിശോധിക്കുന്നത്. അങ്ങനെ ഇറാഖിനെ തകർത്തതും അങ്ങനെ ഇപ്പൊ തന്നെ ആ ഏരിയയിലുള്ള 6 രാജ്യങ്ങളെ ഇവർ തകർത്ത് കഴിഞ്ഞു. ഈ തകർത്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പറ്റുന്ന എന്താ? ഒന്ന്, മരണങ്ങൾ സംഭവിക്കും, കെട്ടിടങ്ങൾ നശിക്കും, സാമ്പത്തികം തകരും. ഇതൊന്നും കൂടാതെ വേറൊരു കാര്യം കൂടെ സംഭവിക്കും. ഇവര് പോയി കഴിയുമ്പോൾ, ഇവര് ആവശ്യമുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞ് ഇവിടെ അവിടെ നിന്ന് സ്ഥലം വിടുമ്പോൾ ഇവിടെ തീവ്രവാദം വളരും. അല്ലെങ്കിൽ അവരൊക്കെ തമ്മിലുള്ള ക്ലാഷുകൾ കൂടി ആ രാജ്യങ്ങൾ എന്തായാലും നശിച്ചു പോകുന്നു. ഏതാണ്ട് ഇറാഖ് ആയാലും ലെബനോൺ ആയാലും സിറിയ ആയാലും ഒക്കെ നശിച്ചു പോകുന്നതിനൊപ്പം തന്നെ തുല്യമായി തന്നെ അഫ്ഗാനിസ്ഥാൻ, അത് പറയാൻ പറഞ്ഞു, എന്നിട്ട് അവിടുത്തെ ഒരു കാട്ടാള നിയമങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യും. ഇപ്പൊ ഇവിടെയും അതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. എപ്സ്റ്റൈൻ ഫയൽസ് എന്ന് പറയുന്ന ഒരു സംഭവം പൊങ്ങി വന്നതാണ് ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ ഒരു കാര്യം. അതിനകത്ത് അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരുണ്ട്, അങ്ങനെ പലരുടെയും പേരുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മുങ്ങിപ്പോണം. അപ്പൊ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മുങ്ങിപ്പോവല്ലോ. ഇതിന്റെ ഒരു കാര്യം, ഈ എപ്സ്റ്റൈൻ ഫയൽസ് എന്തായിരുന്നു? കൊച്ചു കുട്ടികളെ, അതായത് പെൺകുട്ടി ആൺകുട്ടികളെയൊക്കെ സെക്ഷലി ഹറാസ് ചെയ്യുകയും അവരെ കൊന്നു തിന്നുകയും ചെയ്ത സാധനമാണ്. എന്നിട്ടാണ് ഇറാനിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇതേ ആൾക്കാർ പോകുന്നത്. ഇതും പോട്ടെ, ഇനിയിപ്പോ ഇറാനിൽ ആദ്യം തന്നെ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഏകദേശം 185ഓളം കുഞ്ഞുങ്ങൾ സ്കൂളിനാണ് ബോംബിട്ടത്. ഇന്റർനാഷണൽ വാർ ട്രീറ്റിയൊക്കെ അനുസരിച്ച് സ്കൂളുകൾക്ക് ബോംബിടാൻ പാടില്ല യുദ്ധത്തിൽ. എന്നിട്ട് അതാണ് കൊന്നത്. തിരിച്ച് ഇറാൻ ആയിരുന്നു അമേരിക്കയിൽ ഒരു ബോംബിട്ട് കുറച്ചുപേര് മരിച്ചെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ടെററിസം എന്ന് വിളിക്കും, അല്ലെ? തീവ്രവാദം എന്ന് പറയും. അമേരിക്ക കൊല്ലുമ്പോ അത് വാർ എന്ന് വിളിക്കും. ഇത് നമ്മുടെ ലോകത്തിന്റെ ഇരട്ടത്താപ്പാണ്. ഇറാന്റെ ഹെഡ് മരിച്ചിട്ട് കുറെ പേര് ആഘോഷിച്ചല്ലോ. കുറച്ചുപേർ ആഘോഷിക്കുന്നുണ്ടാവും. എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ ആഭ്യന്തരം, ഇന്റേണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ലൈക്ക് ഇപ്പൊ നമ്മുടെ നാട് ഒരു ജനാധിപത്യ രാജ്യമാണ്, എങ്കിലും ഇവിടെ എല്ലാ ഭക്ഷണവും നമുക്ക് ഇവിടെ കഴിക്കാൻ പറ്റുമോ? ചില സ്ഥലങ്ങളിൽ ബാനൊക്കെ ഉണ്ട്. ഇപ്പൊ ബീഫ് ബാനൊക്കെ ഇല്ലേ? അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് കാണുന്നില്ല, ആദിവാസി യുവതികളെ അടിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും അൺടച്ചബിലിറ്റി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങളെ അടിച്ചിട്ട് ജയ് ശ്രീറാം പറയാൻ പറയുന്നു. ഇതൊക്കെ നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ. അതിന്റെ അർത്ഥം ഇവിടെ ഉള്ളവരെല്ലാവരും അങ്ങനെയാണെന്നാണോ? ഒരിക്കലുമല്ല. അതൊക്കെ ഒരു ചെറിയ ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ പല രാജ്യങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ അതിന് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് കയ്യേറി റെഡിയാക്കാൻ പറ്റും? അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ അമേരിക്ക എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ എന്ത് റീസൺ പറഞ്ഞാലും. പിന്നെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ ഖുമൈനി മരിച്ചപ്പോ അയാൾ ഭയങ്കര ക്രൂരനാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളവർ ആഘോഷിക്കുന്നു എന്ന് പറയുന്നില്ലേ? ഇപ്പൊ കുറെ അമേരിക്കൻ പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്നിട്ട് പറയുന്നുണ്ട് അവർക്ക് കാശ് കൊടുത്ത് പറയിച്ചതാണ്. അത് ഇറാനിയൻസ് അല്ല ആഘോഷിച്ചെന്ന് പറയുന്നവരുണ്ട്. ഒരു പക്ഷേ ഇതെല്ലാം തെറ്റാണെങ്കിലും ആഘോഷിച്ച ഇറാനികളും കാണും. ഇത് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവാര മഹാത്മാഗാന്ധി. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിയെ കൊന്നത് പാകിസ്ഥാൻകാരനോ അഫ്ഗാനിസ്ഥാൻകാരനോ ഒരു തീവ്രവാദിയോ അല്ല, ഇന്ത്യക്കാരനാണ്, അല്ലേ? ഒരു പക്ഷെ അതും ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടാവാം. നമുക്കതങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല, മഹാത്മാഗാന്ധിയെ കൊന്നത് ആഘോഷിക്കുകയോ. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തു വന്നില്ല. പക്ഷെ കൊന്നതൊരു ഇന്ത്യക്കാരനാണല്ലോ, വെടിവെച്ച് കൊല്ലുകയാണല്ലോ ഉണ്ടായത്. നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കൊന്നതും ഒരു ഇന്ത്യക്കാരനാണ്. അപ്പോൾ രാജ്യങ്ങളിൽ അങ്ങനെ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളും നേതാക്കന്മാരോട് ഉണ്ടാകാം. പക്ഷെ മറ്റൊരു രാജ്യത്തിന് അതിനകത്ത് ഒരു കാര്യമില്ല. അത് അമേരിക്ക ആയാലും ഇനി ആരായാലും. ഇനിയിപ്പോ റീസൺ എന്തോ ആയിക്കോട്ടെ, യുദ്ധങ്ങൾ നശിപ്പിക്കുന്ന രാജ്യങ്ങളാണ്. രാജ്യങ്ങൾ നശിക്കുമ്പോൾ അവിടുത്തെ കെട്ടിടങ്ങൾ, അവിടുത്തെ സമ്പത്ത്
അവിടുത്തെ കുഞ്ഞുങ്ങൾ, അവിടുത്തെ സ്ത്രീകളൊക്കെയാണ് മരിക്കുന്നത്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ പറ്റി ഘോരം പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ സ്ത്രീകളെ ബോംബിട്ട് കൊന്നിട്ടാണോ അത് ചെയ്യേണ്ടത്? ഒരിക്കലും അല്ല. അപ്പം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങൾ മറ്റൊരു രാജ്യം ഇടപെട്ടാൽ അവിടെ യുദ്ധം ഉണ്ടാകും. ആ യുദ്ധം ഒരു രാജ്യത്തിനെ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളെയും ലോകത്തിനെമ്പാടും എഫക്റ്റ് ചെയ്യും. ആ എഫക്റ്റിൽ നമ്മളും ഒക്കെ പെടും. നാളെ ഗ്യാസിന് വില കൂടും, പെട്രോളിന് വില കൂടും. അത് മൊത്തത്തിലുള്ള വിലവർദ്ധനയ്ക്ക് കാരണമാകും. അപ്പം ആരെ സപ്പോർട്ട് ചെയ്താലും ആരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരിക്കലും യുദ്ധമില്ലാത്ത ഒരു നാളേക്ക് വേണ്ടി വേണം നിങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കാനും ചിന്തിക്കാനും. ഓക്കെ.